ലോകത്ത് ഈ വേദപുസ്തകം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ അങ്കിൾ ഡോക്ടർ KP യോഹന്നാൻ. എൻ്റെ 20കളിൽ എന്നെ അമേരിക്കയിൽ കൊണ്ടുവന്ന് ദൈവവചനം പഠിപ്പിക്കും. അതിനുശേഷം ഏതാണ്ട് 15 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേലയിൽ എനിക്ക് ഭാഗവാക്കാകുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ പല രാജ്യങ്ങളിൽ എൻ്റെ അങ്കിളിനുള്ള ബന്ധത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യുവാനും ഒക്കെ എനിക്ക് കർത്താവ് സമയമൊരുക്കി. അദ്ദേഹത്തിൻ്റെ കരുതൽ, അദ്ദേഹത്തിൻ്റെ സ്നേഹം വളരെയധികം അനുഭവിച്ചതായ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ വളരെ ഒത്തിരി എന്നെ കറക്റ്റ് ചെയ്തിട്ടുള്ളതായ ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് വാസ്തവത്തിലും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ അങ്കിളിന് ഒരു വലിയ പങ്ക് തന്നെ അതിനകത്തുണ്ട്. ഞാൻ ആ വ്യക്തിത്വത്തെ ഓർക്കുന്നു. ഒരു ചെറിയ മിനിസ്ട്രി ഇന്ത്യയിൽ അനേക വർഷം മുമ്പ് തുടങ്ങിയതായ ഒരു പ്രവർത്തനമാണ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന പ്രവർത്തനം. എൻ്റെ പിതാവ് KP മാത്യു, അതുപോലെ തന്നെ സന്തോഷിൻ്റെ പിതാവ് KP മാത്യു, KP ചാക്കോ അല്ലെങ്കിൽ KP യോഹന്നാൻ എൻ്റെ ഭവനത്തിലെ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ മിനിസ്ട്രി, അതായത് കർത്താവിൻ്റെ വേലക്കാർക്ക് എല്ലാ മാസവും അല്പം പൈസ എത്തിച്ചു കൊടുക്കുക, അങ്ങനെ മണിയോട് വാങ്ങിച്ച് അന്നത്തെ കാലത്ത് പൂരിപ്പിച്ച് അയച്ച് തുടങ്ങിയതായ ഒരു പ്രവർത്തനം. അത് വളർന്ന് 10,000-കണക്കിന് കർത്താവിൻ്റെ വേലക്കാരെ ലോകമെമ്പാടും സഹായിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു പ്രസ്ഥാനം ആക്കി തീർത്തു. അതുപോലെ തന്നെ ആത്മീയാത്ര എന്ന് പറയുന്ന ആ റേഡിയോ പ്രോഗ്രാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. 6:15 ഘോഷണം ചെയ്തുകൊണ്ടിരുന്ന വിശ്വാണിയുടെ ഒരു പ്രോഗ്രാമായിരുന്നു. അത് ആയിരങ്ങളെ 10,000-ങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാനായിട്ട് ആ പ്രോഗ്രാം മുഖേന ഇടയായിത്തീർന്നു. വിഷം കുടിച്ച് മരിക്കുമായിരുന്ന ആളുകളെ ആ പ്രോഗ്രാം കേട്ട കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് അവരെ അവരുടെ ജീവിതം അവസാനിപ്പിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇടയായിത്തീർന്നതായ സ്റ്റോറീസ് ഒത്തിരിയുണ്ട്. അതുപോലെ രോഗികൾക്ക് വേണ്ടി വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പോഴേ റേഡിയോ പ്രോഗ്രാമിന് ശേഷം പ്രാർത്ഥിക്കുമ്പോഴേ അനേക രോഗികളെ സൗഖ്യമാക്കിയതായ സ്റ്റോറികൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുപോലെ ആത്മീയാത്രയുടെ വലിയ വലിയ ക്രൂസൈഡുകൾ ഭാരതത്തിൽ കേരളത്തിൽ പല ഭാഗങ്ങളിൽ നടത്തിയപ്പോൾ 10,000-ങ്ങൾ കടന്നു വന്ന് സംബന്ധിക്കുകയും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചതായ ഒരു കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ഭക്തനായിരുന്നു എൻ്റെ അങ്കിളെന്ന് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഏതാണ്ട് 1955 മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് 6 മക്കളുണ്ട്, അതിൽ നീ ഒരാളെയെങ്കിലും നിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കണമെന്ന് എൻ്റെ ഗ്രാൻഡ് മദർ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മച്ചി ഏതാണ്ട് 5-6 വർഷക്കാലം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഓപ്പറേഷൻ മൊബിലേഷൻ എന്ന് പറയുന്ന ടീം ഞങ്ങളുടെ ഗ്രാമത്തിൽ കടന്നു വന്ന് സുവിശേഷ വേല ചെയ്യുവാനായിട്ട് കടന്നു വന്നു. അങ്ങനെ എൻ്റെ അങ്കിൾ 16-ാമത്തെ വയസ്സിൽ ആ OM ടീമിനോട് ചേർന്ന് ബാംഗ്ലൂർ പോയി പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഈ സുവിശേഷം ഏന്തിക്കൊണ്ട് കടന്നുപോയി കർത്താവിൻ വേലയിലായിരിക്കാനായിട്ട് എൻ്റെ അങ്കിളിനിടയായി തീർന്നു. എൻ്റെ ഗ്രാൻഡ് മദർ ഒരു മകനെയെങ്കിലും വിളിച്ചാൽ മതി എന്ന് നാം പറഞ്ഞാൽ പ്രാർത്ഥിച്ചത്. എന്നാൽ ആ ഗ്രാൻഡ് മദറിന് 26 കൊച്ചുമക്കളെ കർത്താവ് കൊടുത്തു. അതിൽ മൂത്ത കൊച്ചുമകനാണ് ഞാൻ. ഏതാണ്ട് 11 കൊച്ചുമക്കൾ കർത്താവിൻ്റെ വേലയിൽ ഓസ്ട്രേലിയയിലെ ഇംഗ്ലണ്ടിലെ ഇന്ത്യയിലെ അതുപോലെ അമേരിക്കൻ നാടുകളിൽ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ചെറിയ ആരംഭത്തെ കർത്താവ് ഇത്ര മാനിച്ച് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അങ്കിൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്, റെവല്യൂഷൻ വേൾഡ് മിഷൻ. ഇവിടെ പലർക്കും അത് ലഭിച്ചു കാണും. ഏതാണ്ട് 40 മില്യൺ അധികം കോപ്പികൾ ഈ നോർത്ത് അമേരിക്കയിൽ വിറ്റഴിഞ്ഞതായ ഒരു പുസ്തകമാണ്. 250 ചിലവാനും പുസ്തകങ്ങൾ തനിക്ക് എഴുതുവാനായിട്ട് കർത്താവ് ഭാഗ്യം കൊടുത്തു. ഇന്ന് പോൽക്കാലം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. മരിക്കാത്ത ഒത്തിരി ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളുടെ പിന്നിൽ ഞാൻ നമിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ട് സാധിക്കൂ.